ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, വെർട്ടീസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം ഓഫ് ദ എലിപ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ചിരിക്കണം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നമ്മൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റേഴ്സ് 36ഉം 16ഉം ആണ്. ഇതിലേതാ വലുത്? ഡിനോമിനേറ്റേഴ്സിൽ ഏറ്റവും വലുത് ഏതാണോ നമ്മളതിനെ എ സ്ക്വയറിന് ഡിനോട്ട് ചെയ്യണം. ചെറുത് ഏതാണോ അതിനെ ബി സ്ക്വയറിന് ഡിനോട്ട് ചെയ്യണം. ഇതായിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു കാരണവശാലും ഈ സ്റ്റെപ്പ് എഴുതാതെ പോകരുത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ടൈപ്പ് 1ഉം എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ടൈപ്പ് 2 എലിപ്സിൻ്റെ ഫോമിൽ തന്നെയാണ്. എ സ്ക്വയറും ബി സ്ക്വയറും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റേഴ്സിൽ വലുത് എ സ്ക്വയർ, ചെറുത് ബി സ്ക്വയർ. അത് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇനി വായിച്ചു നോക്കാം. ഇപ്പോൾ ഇത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആയി. ഇയാളാണല്ലോ വലുത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ദിസ് ഈസ് ടൈപ്പ് 1 എലിപ്സ്. ഇത് ടൈപ്പ് 1 എലിപ്സാ. എക്സ് സ്ക്വയർ ഇയാളിലല്ലേ ഞാൻ എ സ്ക്വയറിന് എഴുതിയത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ടൈപ്പ് 1 എലിപ്സാണ്. നമ്മൾ ആദ്യം ഒന്ന് റഫായിട്ട് വരയ്ക്കുക. റഫായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ റഫായിട്ട് ആദ്യം ഫിഗർ വരയ്ക്കുക. കേട്ടല്ലോ, എല്ലാ പ്രോബ്ലം അങ്ങനെ റഫായിട്ട് വരച്ച് ചെയ്താൽ മതി. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ടൈപ്പ് 1ൻ്റെ ഷേപ്പ് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. എക്സ് ആക്സിസിൽ പരന്ന് വരുന്നതാണ് ടൈപ്പ് 1 എലിപ്സ്. ഇത് റഫായിട്ട് വരച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്? ഫോക്കൈ, വെർട്ടീസസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം വെർട്ടീസസ് ആദ്യം പറഞ്ഞേ. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് എ ആണ് നമുക്കറിയാം. അതെപ്പോഴും അങ്ങനെയാണ്, എല്ലാത്തിനും അങ്ങനെയാണ്. വെർട്ടീസസ് ആർ അറ്റ് പ്ലസ് ഓർ മൈനസ് എ. അതിൻ്റെ പൊസിഷൻ വിഡ്ത്ത് കൂടുതലുള്ള ആക്സിസിലാണ് വെർട്ടീസസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തത് എഴുതാൻ പറ്റിയല്ലോ അല്ലേ? ഇവിടെ എഴുതട്ടെ. വെർട്ടീസസ് കിട്ടി നമുക്കപ്പോൾ. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് എയിലാണ്. കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് എ കോമ 0 എന്ന് എഴുതാം അല്ലേ? എക്സ് ആക്സിസിലായതുകൊണ്ടാണ്. പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 6 അല്ലേ? എ സ്ക്വയർ 36, എ 6. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എ കോമ 0. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 6 കോമ 0. വെർട്ടീസസ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ്? ഫോക്കൈ കാണണം. ഞാൻ ആദ്യം വെർട്ടീസസ് കണ്ടു, എന്നിട്ട് ഫോക്കൈ കാണാമെന്ന് വിചാരിച്ചു. ഫോക്കൈ കാണണമെങ്കിൽ ഫോക്കൈ എവിടെ വരണേന്ന് അറിയാമല്ലോ. ഫോക്കൈ വരുന്നത് അതും മേജർ ആക്സിസിൽ തന്നെയാണ്. പ്ലസ് സി ആൻഡ് മൈനസ് സി ആണ് ഫോക്കൈ. ഫോക്കസ് വരുന്നത് പ്ലസ് ഓർ മൈനസ് സിയിലാണ്. അപ്പോൾ നമുക്ക് സി കാണേണ്ടി വരും അല്ലേ? സി കാണാനുള്ള ഫോർമുല നമുക്കറിയാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് സി കാണാനുള്ള ഫോർമുല. അപ്പോൾ ആദ്യം നമ്മൾ സി കണ്ടുപിടിക്കുന്നു. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ശരിയല്ലേ? ബി സ്ക്വയർ 16 ആണ്. റൂട്ട് 20 ആണ്. 2√5 എന്ന് വേണമെങ്കിൽ എഴുതാം, നിർബന്ധമില്ല. അപ്പോൾ സി കിട്ടി. അപ്പോൾ നമുക്ക് ഫോക്കൈ എഴുതാമല്ലോ. ഫോക്കൈ ആർ അറ്റ് പ്ലസ് ഓർ മൈനസ് സി കോമ 0. കാരണം ഫോക്കസ് എക്സ് ആക്സിസിലാണല്ലോ. പ്ലസ് ഓർ മൈനസ് സി റൂട്ട് 20 ആണ്. റൂട്ട് 20 കോമ 0. അപ്പോൾ ഫോക്കൈ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ്? മേജർ ആക്സിസ് അല്ലേ? അത് എളുപ്പമല്ലേ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് നമ്മളത് ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. 2a ആണ്. മേജർ ആക്സിസ് 2a, മൈനർ ആക്സിസ് 2b. അത് ബൈ ഹാർട്ട് ആക്കിക്കോ. എല്ലാത്തിനും സെയിം ആണ്. ഈ എഴുതുന്ന എല്ലാ ഫോർമുല ടൈപ്പ് 1നും ടൈപ്പ് 2നും ബാധകം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a ആണ്. 2 ഇൻറ്റു എ 6 അല്ലേ? എ 6 ആണല്ലോ. 2 ഇൻറ്റു 6 12. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് അല്ലേ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഫോർമുല എഴുതി തന്നിട്ടുണ്ടായിരുന്നല്ലോ.
2b. ഈ ഡിസ്റ്റൻസ് ആണ് മേജർ ആക്സിസ്. ഈ ഡിസ്റ്റൻസ് മൈനർ ആക്സിസ് ആണ് ഈ ചെറിയ ഡിസ്റ്റൻസാ. 2b ദാറ്റ് ഈസ് 2 ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലേ? നോക്കിയേ, ബി സ്ക്വയർ 16 ആവുമ്പോൾ ബി 4 മൈനർ ആക്സിസ് 8 കിട്ടി. എക്സിൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല c/a പഠിച്ചിട്ടുണ്ട്. c/a c √20 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എ എന്താ? എ 6 അല്ലേ? റെഡ്യൂസ് ചെയ്യാം. പിന്നെ വേറെ എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം ഷോർട്ട് ഫോമിൽ എല്ലാവർന്ന് എഴുതാം. ഫോർമുല പറഞ്ഞു തന്നിരുന്നല്ലോ, അത് പഠിച്ചു വെക്കണേ. 2b²/a. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല 2b²/a. ഫോക്കസ് കൂടി പാസ് ചെയ്യുന്ന ആ ലൈനില്ലേ, അതിൻ്റെ ലെങ്ത്ത് 2 ഇൻറ്റു b² എത്രയാണ്? b² 16 ആണ്. എ എന്താ? എ 6 ആണ്. കണ്ടില്ലേ? എ 6 റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് 16/3 വരും. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്.